നടന്നോണ ആൾക്കാർക്കൊക്കെ പേടിയുണ്ടാവില്ല ഇവിടെ. ആളുടെ ബൈക്ക് ഫേസ് എടുക്കരുത്. ഏതാ അത് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല. അവിടെ വരെ കിട്ടുമല്ലേ? സപ്ലൈ ഇല്ല ഇപ്പൊ, ഇതിലില്ല. ഈ ആന തട്ടണ സാധനത്തിന്റെ പവർ കാണിച്ചതാ. ഒരു പാത്രം എടുത്ത് 2 ലഡു കിട്ടി. അത് നേരെ പൊളിച്ച് ഇങ്ങോട്ട് കയറി. ആ സൗണ്ട് കേട്ടിട്ട് ഓടി. വാട്സ്അപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മുടെ ആതിരമ്പള്ളി വാഴച്ചാൽ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു സ്ഥലമല്ല, നമ്മൾ വേറെ കെയർ ഓഫ് വ്യൂ വന്ന് കയറിയ സ്ഥലം. ഇപ്പോൾ ഫുള്ള് പൈനാപ്പിൾ തോട്ടം. എനിക്ക് തോന്നുന്നു ബബ്ബ സിനിമയിൽ ഇതാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഈ തൂങ്ങിക്കിടക്കണൊക്കെ കറണ്ട് കമ്പിയാണ്. നൈസ് പ്ലേസ്. ഈ റൂട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും കയറി വരാൻ പറ്റിയ ഒരു റൂട്ടല്ല. നമ്മൾ ഫോറസ്റ്റുകാരുടെ ഒരു അനുമതിയൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ഈ റൂട്ട് കയറിയ. കാര്യം ഒത്തിരി ആനകളും കാര്യങ്ങളും ആനശല്യമൊക്കെ ഉള്ള ഒരു റൂട്ടാണ്. പിന്നെ ഇവിടെ അധികം ആളുകളൊന്നും ഇവിടെ താമസിക്കുന്നില്ല, വളരെയധികം കുറച്ച് ആളുകൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു സ്ഥലം കൂടിയാണിത്. നടന്നോണ ആൾക്കാർക്കൊക്കെ പേടിയുണ്ടാവില്ല ഇവിടെ. ഇങ്ങനെ നടന്നോണ അല്ല, അങ്ങനെ വന്നാൽ തന്നെ പുറത്തകത്തേക്ക് വിടിയല്ല, ഗേറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യും. അല്ല, എന്നാലും ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരാണ് പോവാൻ നേരത്ത് ഇങ്ങനെ ആനച്ചൂര് അറിയാൻ പറ്റുമായിരിക്കും ഏകദേശം. ഞങ്ങളെന്നപ്പോഴേക്കും കുണ്ടും വെച്ചൊക്കെയാണ് ഞാനെന്ത് ചെയ്തു, ഒരു പാത്രം എടുത്ത് 2 ലഡു കിട്ടി. അത് നേരെ പൊളിച്ച് ഇങ്ങോട്ട് കയറി. ആ സൗണ്ട് കേട്ടിട്ട് ഓടിക്കാൻ വേണ്ടി പിള്ളേരെ കിട്ടോ. അപ്പൊ ഇവിടെ കുറ്റിട്ടിയാൻ ഇവിടെ കുറ്റിട്ടിട്ട് ഫ്രണ്ടി കട പോകാൻ വേണ്ടി ഇവരൊക്കെ എടുത്തോളം വന്നു. 3:30 ആ വന്ന ആനയാണ് പിറ്റേ ദിവസം വെളുപ്പിന് വന്നിട്ട് വണ്ടി കളഞ്ഞു. ആ വാശിക്ക് അങ്ങനെ വൈരാഗ്യം വെച്ചിട്ട് ചക്കയിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ പൈനാപ്പിൾ ചെത്തിയിട്ട് നീ സൈഡിൽ കൊണ്ടിട്ടായിരുന്നു. അപ്പൊ ഞാൻ പുറത്തേക്ക് പോയിക്കായിരുന്നു. അപ്പൊ ഇവിടെ വിളിച്ചിട്ട് റോഡില് അങ്ങനെ ഇവിടെ നമ്മുടെ അടുത്ത സ്ഥാനൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വന്നിട്ട് പോടാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ താഴേക്ക് ഇറങ്ങിട്ട് പൈനാപ്പിൾ സാധാരണ കൊണ്ട് താഴത്ത് കുളത്തിലിടാറ്. അന്ന് വിളിയാറ്റി വന്ന് പൈനാപ്പിള് ഭയങ്കര സ്മെല്ലും ഭയങ്കരമാണല്ലോ. എന്നിട്ട് ഒരുപാട് ശല്യം ചെയ്യേണ്ടതായി. ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ ഒരു ദിവസം 2 ഈ താഴ്ത്തപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ വെളുപ്പിനിട്ട് പിള്ളേർക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിട്ട് 2 മറ്റേ ഇവിടെ നിക്കാറുന്നു. അപ്പൊ ഞാൻ ജനല തുറന്നു നോക്കിയാൻ നോക്കിയപ്പോ 2 നിക്കുന്നുണ്ട്. എന്നിട്ട് പോടാന്ന് പറഞ്ഞു. പോടാന്ന് പറഞ്ഞപ്പോ വിളി ഞങ്ങൾ വരുമ്പോഴും കാണണ്ട ഒന്നും അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. ഇല്ല അല്ല, നമ്മള് വേറെ ശല്യം ചെയ്യേണ്ടതായി. കൊച്ചായിട്ടുള്ള ഫോട്ടോ ശല്യം ചെയ്തത് കൊച്ചില്ലേ, നല്ലവണ്ണം നമ്മൾ ആക്രമിക്കുമല്ലേ. ഗുണ്ടിറങ്ങിയ പുകയുടെ കഴിയുമ്പോ തന്നെ ആളുകൾ ഗുണ്ട് പൊട്ടിക്കൊണ്ടിരിക്കാറുണ്ട്. ആണല്ലേ. അതിന്റെ കുഞ്ഞിനെ നല്ല പോലെ 2 കൊല്ലമാണ് വൈദ്യ 2 കൊല്ലം വൈദ്യ അന്നേ ഇത്ര വളർത്തിയിരുന്നപ്പോഴാണ് ഞാൻ വേറെ ശല്യം ചെയ്യില്ല. അവര് വന്ന അവരുടെ വഴിക്ക് പോവുകയാണ്, അല്ലാതെ നമ്മളായിട്ടൊന്നും ഇരിക്കാറില്ല. ഇപ്പൊ പിന്നെ അങ്ങനെ വരാറില്ല. ഇല്ല, ഈ ഫെൻസ് ഉള്ള കാരണം ഫെൻസ് ഇട്ടതിന് ശേഷം വന്നിട്ടോ. എന്നാലും ഇപ്പൊ മുട്ടിയിട്ട് പേടിച്ചു പോയി. അങ്ങനെ പോയാലും പിന്നെയും അവര് വരും. പിന്നെ വരില്ല. ഒരു പ്രാവശ്യം പിന്നെ വരികയല്ല, പേടിച്ചിട്ട് വരികയല്ല. ആ ദേഷ്യത്തിന് കമ്പിയിൽ കിടക്കണ കാരണം പിന്നെ അവര് ഇങ്ങനെ അടുത്തേക്ക് വരില്ല. ഇതാണ് കറണ്ട് ഇടണ അല്ലേ. അല്ല, മറ്റേതപ്പ ആ ടൈം ആകുമ്പോ മാത്രമേ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇപ്പൊ അത് കൊടുത്താലേ കണക്റ്റാവുള്ളൂ. ഈ ആന തട്ടണ സാധനത്തിന്റെ പവർ കാണിച്ചതാ, കറണ്ടിന്റെ. ഒന്ന് പേടിക്കുമല്ലേ. ആണല്ലേ. തെറിച്ചു പോവല്ലേ, ഷോക്കില്ലേ തെറിച്ചു പോവല്ലേ.
അത് ഓരോ മറ്റേ പുറത്തിട്ടുണ്ടോ അത് ഓരോ പിന്നിൽ അടിക്കും. ഇതിനൊക്കെ താഴത്തുണ്ട്. ഇത് നമ്മള് മറ്റേത് കണക്ട് ചെയ്താലാണ് ഇതിലേക്ക് വരുന്നത്. അതാ ഞാൻ അപ്പുറത്തോട്ട് ചോദിച്ചത്. വന്നത്. നമ്മുടെ ആ ടൈം ആകുമ്പോൾ മാത്രം കണക്ട് ചെയ്തിട്ട് നമ്മള് വൈകുന്നേരം ആളുടെ ബൈക്ക് ഫേസ് എടുക്കരുത്. ഏതാ അത് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഇതെടുത്ത് അതിൽ കണക്ട് ചെയ്യുമ്പോ അവിടെ വരെ കിട്ടുമല്ലേ? സപ്ലൈ ഇല്ല ഇപ്പൊ ഇതിലില്ല. ഇതൊന്നുമില്ല. ഇത് നമ്മള് മറ്റേ കണക്ട് ചെയ്യുമ്പോ ആ 2 കുളത്തില്ലേ ഈ 2 കുളത്ത് ഇതില് കുറച്ച് അപ്പൊ പിന്നെ ഇതിൽ നിന്നാണ് അതിലേക്ക് പോണതല്ലേ കറണ്ട്? ഇവിടെ കറണ്ട് അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്. ഇതിന് മാത്രമില്ല. ഈ 2 കമ്പിയില് അതിലില്ല. അത് നമ്മള് വിട്ട് കഴിയുമ്പോ നമ്മളെ റിക്വസ്റ്റ് കൊടുത്തിട്ട് അതോ നമ്മുടെ കോർപ്പറേഷൻ അത് ഞാൻ ചോദിക്കണത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞിരിക്കണം അവര് വന്ന് ഇട്ടിട്ട് പോകണം. നമുക്ക് ഇട്ടുള്ളത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. പിന്നെ കറണ്ട് ചാർജ് കറണ്ട് മറ്റേ സോളാറാണ്. ഈ പാനൽ വെച്ചാണെങ്കിൽ മുകളില് പാനൽ വെച്ചാണോ? പിന്നെ അതുകൂടി അല്ല എല്ലാ വീട്ടിലും അപ്പൊ അങ്ങനെയാണോ സെറ്റ് ചെയ്യണം? എല്ലായിടത്തും. എനിക്ക് ചെറിയ ബാറ്ററി ഒന്നുമില്ല, കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. മറ്റവർക്ക് എന്ന് പറഞ്ഞാൽ വലിയ ബാറ്ററി. അത് നമ്മള് തന്നെ വെക്കണ പൈസ? അല്ലല്ല, കോർപ്പറേഷൻ പൈസ. നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതിനെന്തോ എന്നാ ചെലവൊക്കെ അവരെടുക്കും. അപ്പൊ നമ്മുടെ ആനവിശേഷമൊക്കെ നമ്മൾ തൽക്കാലം ഇവിടം കൊണ്ട് നിർത്തുവാണ്. പുതിയൊരു വീഡിയോ ഒക്കെ കാണുന്നവരേക്കും ബായ്. സമാധാനം പുറത്ത്. പീസ് ഔട്ട്.